എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോ ആണ്. ഇന്ന് പഞ്ചായത്തിൻ്റെ പുല്ലുവെട്ടിലാണ്. അതായത് പഞ്ചായത്ത് റോഡുകളുടെ സൈഡിലുള്ള കൂടി നിൽക്കുന്ന പുല്ലുകൾ ഒഴിവാക്കിയിട്ട് മറ്റുള്ള യാത്രക്കാർക്കൊക്കെ സുഗമമായിട്ട് കടന്നു പോകുന്ന രീതിയിൽ പഞ്ചായത്ത് ചെയ്യുന്ന വർക്കുകളാണ്. ക്ലീനിങ് ആണ് പഞ്ചായത്തിൻ്റെ റോഡ് സൈഡൊക്കെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ അതിൽ നമുക്ക് ശ്രദ്ധിക്കുക, പുല്ല് വെട്ടി പോകുന്നതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധയിൽപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ദയവായി കാണാം. ഈ ഒരു വഴിയിൽ ഇതുപോലെ സൈഡിലുള്ള പുല്ലുകളൊക്കെ കൂടുതലുള്ള പുല്ലുകളും കാടുകളും കാര്യങ്ങളൊക്കെ ഞാൻ വെട്ടി വരുമായിരുന്നു. നമ്മുടെ മെഷീനൊക്കെ അവിടെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ അതിനകത്ത് എല്ലാവരുടെയും ശ്രദ്ധയിൽ പെടുത്താനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതൊരു പാടമാണ്, വയലാണ്, കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ നാൽക്കാലികളൊക്കെ കെട്ടിക്കുന്നത് കാണാം പുല്ല് തീറ്റിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ആളുകൾ ഇതിൽ പാസ് ചെയ്യുന്ന റോഡാണ്. അതിലൂടെ ആളുകൾ പലരും ഈ പാടത്തേക്ക് ഇറങ്ങി പോകുന്നതുമാണ്. അപ്പം അങ്ങനെയുള്ള ഈ പാടത്തിൻ്റെ അരികിലായിട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടിട്ടിട്ടുണ്ട്. അതിൽ ഇത് കണ്ടോ, ഇത് നമ്മുടെ ട്യൂബ് ലൈറ്റിൻ്റെ ട്യൂബാണ്. അത് കണ്ടോ, ഇത് പൊട്ടിയിട്ടില്ല, പീസായിട്ടില്ല. അതുപോലെ അവിടെ പ്ലാസ്റ്റിക്കിൻ്റെ കൂട് കിടക്കുന്നുണ്ട്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കെട്ടാണ്. അതുപോലെ ഇത് ചില്ല് കുപ്പിയാണ്, മദ്യത്തിൻ്റെ കുപ്പിയാണ്, ചില്ലിൻ്റെ കേട്ടോ. ഇത് പ്ലാസ്റ്റിക് കുപ്പിയാണ്, അതും മദ്യത്തിൻ്റെ തന്നെയാണ്. ഇതെല്ലാം വലിച്ചെറിഞ്ഞിരിക്കുന്നതാണ്. അതായത് ഓരോരുത്തർ ഇത് കഴിച്ചിട്ട് അതിന് ശേഷം അത് വലിച്ചെറിഞ്ഞേക്കാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക്. പിന്നെ അതുപോലെ മറ്റൊരു കാര്യം കാണിച്ചു തരാം, അതാണ് ഏറ്റവും ഡേഞ്ചറായിട്ടുള്ളത്. ഇപ്പം ഇതും ഒരു കുപ്പിയാണ്. ഇത് ബീറിൻ്റെ ഒക്കെ ഒരു ബോട്ടിലാണ്. ഇത് പുല്ലടിച്ച് പോയി കഴിഞ്ഞ സമയത്ത് നമുക്ക് പൊട്ടാതെ കിട്ടി, കണ്ടതുകൊണ്ട് പൊട്ടാതെ കിട്ടി. പക്ഷേ ഒരെണ്ണം ഇതുപോലെ പുല്ലടിച്ച് പോകുമ്പോൾ അടി കിട്ടിയിട്ട് പൊട്ടി. ഇത് കാരണം ഇത് എത്രയും ഷാർപ്പായിട്ടുള്ള എഡ്ജസായിട്ട് ഒരു കുപ്പിച്ചില്ലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുപ്പി പൊട്ടിപ്പോയി. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പുല്ലിൻ്റെ ഉള്ളിലുള്ളതാണ്. അടിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കണ്ടത്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള കുപ്പികൾ വലിച്ചെറിയുമ്പോൾ ആ മതിലിലൊക്കെ തട്ടി പൊട്ടി വീണ് കഴിഞ്ഞാൽ ഈ കന്നാലികളൊക്കെ കൊണ്ടുപോകുമ്പോൾ അത് അവരുടെ കാലിൽ കയറും, അല്ലെങ്കിൽ അത് കൊണ്ടുപോകുന്നവൻ്റെ കാലിൽ കയറും. കണ്ടോ, ഇതൊക്കെ കുപ്പികൾ പൊട്ടാതെ കിടക്കുന്നതാണ് എന്തോ ഭാഗ്യം കൊണ്ട്. ഇതൊക്കെ ആരെങ്കിലും വേസ്റ്റ് എടുക്കാൻ വരുന്നവർ, സ്ക്രാപ്പ് എടുക്കുന്നവരൊക്കെ കുറച്ച് പേരൊക്കെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ അപ്പോൾ എല്ലാവരും ഉപയോഗം കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള കുപ്പികളൊക്കെ കാണാൻ പാകത്തിന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടുപോകും. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റാണ്. പ്ലാസ്റ്റിക് കൂടുകളൊക്കെ വലിച്ചെറിഞ്ഞിരിക്കുന്നതാണ് പാടങ്ങളിലേക്ക് കേട്ടോ. കൃഷി ചെയ്യേണ്ട സ്ഥലമാണ്, അവിടേക്കാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ. ഇതിപ്പോൾ അടുത്തൊരു റോഡ് വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കണ്ടതാണ്, കണ്ടോ, ബിയറിൻ്റെ കുപ്പികളാണ്. അതൊരു തെങ്ങിനടയ്ക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയൊക്കെ മലവെള്ളം, മഴ പെയ്യുമ്പോൾ വെള്ളം കയറുന്ന സ്ഥലമാണ്. നമ്മൾ നേരത്തെ കണ്ട ഒരു പാടം പോലെ തന്നെയാണ്. അപ്പോൾ ഈ വെള്ളം കയറുമ്പോൾ ഈ ബിയറും കുപ്പികളൊക്കെ ആരും എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ, വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ആളുകൾ ആരും എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ ഇതൊക്കെ ഒഴുകി പൊന്തി, എന്താ പറയുക, വെള്ളത്തിൽ പൊന്തി ഒഴുകി നേരെ ഈ പാടങ്ങളിലേക്ക് ചെല്ലും. പാടങ്ങളിലേക്ക് ചെന്നിട്ട് വെള്ളത്തിൽ എന്താ പറയുക, ചിലപ്പോൾ അത് മുങ്ങി കണ്ടത്തിലൊക്കെ പോകും. അങ്ങനെയൊക്കെ ഒരു കണ്ടീഷൻ ഉണ്ടാവും. ആ കണ്ടത്തിൽ പോയി കഴിഞ്ഞാൽ ട്രാക്ടറായിരിക്കും ഇവിടെ അടിക്കുക, ട്രാക്ടർ അല്ലെങ്കിൽ ടില്ലർ. ഇത് കുപ്പിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടല്ല ഇവിടെയുള്ള കർഷകർ ടില്ലർ അടിക്കാനോ ട്രാക്ടർ അടിക്കാനോ ഇറക്കണത്. അപ്പോൾ ആ സമയത്ത് ഇത്രത്തോളമൊക്കെ പുല്ല് നിറഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുപ്പികൾ പോയി കഴിഞ്ഞാൽ ട്രാക്ടർ അടിക്കുമ്പോഴും ടില്ലർ അടിക്കുമ്പോഴും അത് പൊട്ടിയിട്ട് അതിൻ്റെ കഷ്ണങ്ങൾ അവിടെ കിടക്കും. പിന്നീട് കൃഷിക്കാർ ഇതിലേക്ക് വിത്ത് ഇറക്കാനും വളം ഇടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ടില്ലർ അടിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ കാലുമ്പോൾ തന്നെ ചിലപ്പോൾ അത് കുത്തിക്കയറാനുള്ള സാഹചര്യം ഉണ്ടാവും. ഇതൊക്കെയാണ് പരമാവധി നമ്മൾ ഒഴിവാക്കാൻ പറയുന്നത്. ഇത് കഴിഞ്ഞ ദിവസം പുല്ല് വെട്ടിയൊരു ഏരിയയാണ്, ഒരു 3 ദിവസമായി. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പലരുടെയും സംസ്കാരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കാഴ്ചകൾ നമ്മൾ കാണണം. ഇത് കണ്ടോ, വേസ്റ്റാണ്, വേസ്റ്റ് കൊണ്ട് കെട്ടി പൊതിഞ്ഞിട്ടേക്കണതാ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ. ഇതുകൊണ്ട് ഇതുപോലെ റോഡ് സൈഡിൽ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം അടിച്ചതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പുല്ല് വെട്ടുന്ന സമയത്ത് പൊട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലില്ലാത്ത വേസ്റ്റില്ല, മുട്ടത്തുണ്ട്, അതിൽ മീനിൻ്റെ മുള്ള്, അതൊക്കെ മേത്ത് വീണിട്ട് എന്തൊരു സ്മെല്ലായിരുന്നു എന്നറിയാം. ഇതുപോലെ വേസ്റ്റ് പൊതിഞ്ഞ് കൊണ്ടിട്ടേക്കണം കേട്ടോ. ഇതുപോലെ ഇതിപ്പോൾ തൊട്ടടുത്തൊരു കുളമാണ്. ആ കുളത്തിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ കാണാൻ പറ്റും. ഇത്രത്തോളം പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ. ഇതൊക്കെ ഈ വേറെ നാട്ടുകളിൽ നിന്ന് കൊണ്ടിടുന്നതല്ല, ഈ സ്ഥലത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിലുള്ള പല മാന്യന്മാരും കൊണ്ടിടുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത്.
ഓക്കെ, അപ്പോൾ ഒരു നാടിനെ എത്രത്തോളം മലിനമാക്കാൻ പറ്റുന്നുള്ളത് അവിടുത്തെ പല ആളുകളുടെയും കയ്യിലാണ് അതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ. ഇനിയെങ്കിലും ഇത്തരത്തിൽ വേസ്റ്റുകൾ എറിയുന്ന ആളുകൾ ആലോചിക്കുക. നിങ്ങളുടെ വേസ്റ്റാണ്, നിങ്ങളുടെ വേസ്റ്റ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇതുപോലെ ഒരുപാടുണ്ട് കാഴ്ചകൾ. എല്ലാം നമുക്ക് കാഴ്ച കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഇത് വേസ്റ്റിൻ്റെ തന്നെയാണ്. പലരുടെയും കെട്ടുകളാണെന്നുള്ളൂ, എല്ലാം വേസ്റ്റ് തന്നെയാണ്. പല ആളുകളിൽ നിന്നും വന്ന കെട്ടുകളാണെന്നുള്ളൂ, പക്ഷെ എല്ലാം വേസ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് നമ്മുടെ നാടിനെ നമ്മൾ തന്നെ മലിനമാക്കാതിരിക്കാൻ ശ്രമിക്കുക. അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ വേസ്റ്റിൻ്റെ ഇതൊക്കെ പൊട്ടിയിട്ടാകെ എന്താ പറയുക, വേറെ നാശമായി കിടക്കുന്നതാണ്. ഇതിലേക്ക് ചില്ല് കുപ്പിയൊക്കെ ഉണ്ട് കേട്ടോ, ചില്ലിൻ്റെ കുപ്പിയൊക്കെ ഉണ്ട്. ഇത് പാടത്തേക്ക് ഇറങ്ങിപ്പോകുന്ന വഴിയാണ് കണ്ടോ, ഈ പാടത്തേക്കൊക്കെ ഇറങ്ങിപ്പോകുന്ന ഒരു ചെറിയൊരു വഴിയൊക്കെയാണിത്. അപ്പോൾ എല്ലാവർക്കും, നല്ലവരായ വേസ്റ്റ് ഇടുന്ന എല്ലാ മാന്യന്മാർക്കും നടുവിരൽ നമസ്കാരത്തോടു കൂടി ഈ വീഡിയോ നിർത്തട്ടെ. ഇതും ചാക്കിൽ വളരെ മാന്യമായിട്ട് ചാക്കിൽ കെട്ടിയിട്ടൊക്കെ കൊണ്ടുവിട്ടുണ്ട് കേട്ടോ. കണ്ടോ ചാക്കിൻ്റെ കെട്ട് കണ്ടോ. ഓക്കെ, എന്തായാലും ഇനി കൂടുതൽ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് വീഡിയോ കാണുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഓക്കെ, ആരും വേസ്റ്റ് കൊണ്ടിടാണ്ടിരിക്കുക, അത്ര തന്നെ.